സാധാരണ BJP നേതാക്കന്മാരുടെ ഒരു ഈവൻറ്റുകളൊക്കെ തന്നെ അതിഗംഭീരമായിട്ടാണ് ഓർഗനൈസ് ചെയ്യപ്പെടുക എന്നുള്ളതാണ് നമ്മുടെ ഒരു അനുഭവം. അതുപോലെ തന്നെ പലപ്പോഴും അവരുടെ പ്രസംഗങ്ങളുമൊക്കെ ഹൈലി വെൽ ഓർക്കസ്ട്രേറ്റഡ് ആയിരിക്കും എന്നുള്ള കാര്യത്തിലൊന്നും ഒരു സംശയമില്ല. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ തന്നെ സംഭവിക്കാറാണെങ്കിൽ ഇന്നലെ തിരുവനന്തപുരത്ത് യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി വന്ന് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളൊരു പ്രചരണ പരിപാടി, യഥാർത്ഥത്തിൽ ഒഫീഷ്യൽ അങ്ങനെയൊന്നും അല്ലെങ്കിലും അത് യഥാർത്ഥത്തിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഉദ്ഘാടന പരിപാടിയായിട്ട് തന്നെയാണ് നമ്മളതിനെ കാണേണ്ടത്. അപ്പോൾ ആ പരിപാടിയിൽ ഒരുപാട് ഫ്ലോപ്പുകളുണ്ടായിരുന്നു, വലിയ വീഴ്ചകളുണ്ടായിരുന്നു എന്നുള്ളതാണ് ആദ്യം പറയാനുള്ളത്. ഒന്ന്, ഇനി മുതൽ പ്രധാനമന്ത്രി വരുമ്പോൾ സ്വീകരിക്കാനുണ്ടാവുക തിരുവനന്തപുരത്തിൻ്റെ ഒരു മേയറായിരിക്കും എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അത്തരത്തിൽ ഒരു മേയറെ സ്വീകരിക്കാൻ ചെന്നില്ല എന്ന് പറയുന്ന വലിയൊരു വിവാദം ആദ്യമേ തന്നെ ഉണ്ടായിരുന്നു. അതിനുശേഷം യഥാർത്ഥത്തിൽ വീണ്ടും നമുക്കറിയാം സാധാരണ തമാശകളൊക്കെ അവതരിപ്പിക്കാറുള്ള ശ്രീലേഖ IPS അവർ ഇത്തവണയും സ്റ്റേജിൽ നിന്ന് ചില കോമഡികളൊക്കെ തന്നെ കാണിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഞാനിതിൻ്റെ ഘട്ടമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരാം. കാരണം ഇന്നലെ മുഴുവനായി ഞാൻ ഈ പരിപാടി കണ്ടിരുന്നില്ല, അദ്ദേഹത്തിൻ്റെ സ്പീച്ച് മാത്രം കേട്ടുകൊണ്ടാണ് നിങ്ങളോട് ഒരു വീഡിയോയിലൂടെ കാര്യങ്ങൾ സംവദിച്ചത്. അപ്പോൾ ഇന്നലെയാണ് ഞാൻ ആ പ്രോഗ്രാം മുഴുവനായിട്ടും തന്നെ ശ്രദ്ധിച്ചത്. ആ പ്രോഗ്രാമിൽ ഏറ്റവും ആദ്യം പറ്റിയത് അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ വരുമ്പോൾ വലിയ ഹൈപ്പ് ഉണ്ടാക്കിയിരുന്നു. അതായത് ഒടിയൻ സിനിമയൊക്കെ ഇറക്കിയത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവില്ല. ഈ ഒടിയൻ സിനിമയൊക്കെ ഇറങ്ങുമ്പോൾ യഥാർത്ഥത്തിൽ സിനിമയിലുള്ള കാര്യങ്ങളെക്കാൾ ഭീകരമായിട്ടുള്ള ഹൈപ്പാണ് അന്ന് ശ്രീകുമാര മേനോനൊക്കെ പുറത്തു കൊടുത്തത്. എന്താണ്, നരസിംഹവും പിന്നെ വേറൊരു കഥാപാത്രത്തിൽ ഉണ്ടായ കൊച്ചിനെ പോലെ ആയിരിക്കും ഒടിയൻ എന്നൊക്കെ പറഞ്ഞാണ് കൊടുത്തത്. പക്ഷേ ലാസ്റ്റ് ഈ പറയുന്ന പോലെ എന്ത് ചെയ്തു, ഒന്നും ഉണ്ടായില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഓവറായിട്ടുള്ളൊരു ഹൈപ്പ് കൊടുക്കപ്പെട്ടു. കാരണം മോദി വരാൻ പോകുന്നു, വന്നിട്ട് തിരുവനന്തപുരത്ത് വലിയ പദ്ധതികൾ പ്രഖ്യാപിക്കാൻ പോകുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ മോദി അങ്ങനെ വന്നു, പക്ഷേ വലിയ പദ്ധതികളൊന്നും ഇന്നലെ പ്രഖ്യാപിച്ചില്ല. പകരം അദ്ദേഹം വലിയ രാഷ്ട്രീയമായിട്ടുള്ള ചില വിമർശനങ്ങൾ നടത്തിക്കൊണ്ടാണ് പോയത്. ആ രാഷ്ട്രീയമായ വിമർശനങ്ങൾ നടത്തിയതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മാവോവാദി മുസ്ലിം മാവോവാദി കോൺഗ്രസ് എന്നുള്ള തലത്തിലുള്ള മുസ്ലിം ലീഗ് മാവോവാദി കോൺഗ്രസ് എന്നുള്ള തലത്തിലുള്ളൊരു പ്രചരണം MMC. അത് നേരത്തെ തന്നെ നാഷണൽ ലെവലിൽ അവർ കോയിൻ ചെയ്തിട്ടുള്ള ഒരു വാക്കാണ്. അതിവിടെയും എന്ന് പറഞ്ഞു. അപ്പോൾ ചില ആളുകളൊക്കെ എവിടെയാണ് മാവോയിസ്റ്റുകൾ, അവർക്ക് മാവോയിസ്റ്റുകളെ നേരിടാനുള്ള ഫണ്ട് പോലും കേരളത്തിലേക്ക് കൊടുക്കുന്നില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നത് കേട്ടോ. അതിനൊന്നും കാര്യമില്ല. കാരണം എന്ന് വെച്ചാൽ അത് നാഷണൽ ലെവലിൽ തന്നെ അവർ കോയിൻ ചെയ്തിട്ടുള്ളൊരു വേർഡിങ്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് അത് ഇവിടെയും ആവർത്തിച്ചു. അതായത് മുസ്ലിം ലീഗിൻ്റെ ഒപ്പം നിൽക്കുന്ന കോൺഗ്രസ് ആണെന്നും കൂടാതെ മുസ്ലിം ലീഗിനേക്കാൾ വലിയ വർഗീയവാദികളായി അവർ മാറിയിരിക്കുന്നു എന്നുള്ളതൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ തന്നെ കോൺഗ്രസിൻ്റെ അണികളിലൊക്കെ തന്നെ വലിയ ആവേശം ഉണ്ടാക്കി. പക്ഷേ അണികളെന്നൊക്കെ പറഞ്ഞപ്പോൾ ആദ്യം തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നത് കൊല്ലം തിരുവനന്തപുരത്ത് നിന്നുള്ള അണികളായിരിക്കും എന്നാണ്. പക്ഷേ അങ്ങനെയല്ല. ഏതാണ്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള അണികളെ മുഴുവൻ കൊണ്ടുവന്നിട്ടാണ് ഏതാണ്ട് 25,000 പേരെ സംഘടിപ്പിക്കുകയും ആ പരിപാടി നടത്തുകയും ചെയ്തത് എന്നൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ അതിനുശേഷം ചില PR എക്സസൈസുകളൊക്കെ നമുക്കുണ്ടായിരുന്നു. കാരണം മോദിയുടെ ചിത്രം ഉയർത്തി കാട്ടുന്ന ഒരു കുട്ടിയെ എന്ത് ചെയ്യുന്നത്, ഇങ്ങോട്ട് വിളിക്കുന്നതും ആ കുട്ടിക്ക് ആ ഫോട്ടോ അയച്ചു കൊടുക്കുക എന്ന് പറയുന്നതും അങ്ങനെ ചില PR എക്സസൈസുകളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് വിടാം. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 വിഷയങ്ങളുണ്ടായത്. ആ 2 വിഷയങ്ങളെ ന്യായീകരിക്കാൻ വേണ്ടി ചിലരൊക്കെ ശ്രമിക്കുന്നത് കേട്ടപ്പോഴാണ് എനിക്ക് ചിരി വന്നതും ഈ വീഡിയോ എടുക്കാൻ തീരുമാനിച്ചു. ഒന്ന്, VV രാജേഷ് എന്ന് പറയുന്ന മേയർ. ആ മേയർ എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് അതായത് കേരളത്തിൽ ആദ്യമായിട്ട് അവർക്ക് കിട്ടിയ മേയറാണ്. സ്വാഭാവികമായിട്ടും പ്രധാനമന്ത്രി വരുമ്പോൾ മുഖ്യമന്ത്രിയും ഗവർണറും മേയറും ഒക്കെ സ്വീകരിക്കാനുണ്ടാവുക എന്നുള്ളത് ഒരു ചടങ്ങാണ് പ്രോട്ടോകോൾ അനുസരിച്ച്. അപ്പോൾ അതുകൊണ്ട് തന്നെ മേയറെ സ്വീകരിക്കാനുണ്ടാകുമെന്നാണ് നമ്മളെല്ലാവരും വിചാരിച്ചത്. പക്ഷേ മേയറുടെ പേര് ആദ്യമേ തന്നെ BJP-ക്കാർ തന്നെ വെട്ടി. കാരണം BJP-ക്കാർ തന്നെ വെട്ടിയത് ഇവനങ്ങനെ ഷൈൻ ചെയ്യേണ്ട എന്ന് പറയുന്ന ഒരു ചിന്ത കുറേ പേർക്കുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഏറ്റവും ഒടുവിൽ പെട്ടുപോയത് VV രാജേഷാണ്. കാരണം VV രാജേഷ് തന്നെ ഇതിനുള്ള എക്സ്പ്ലനേഷൻസ് ഒക്കെ പറയാൻ വേണ്ടി വലിയ കഷ്ടപ്പെടുന്നത് ഞാൻ കണ്ടു. അങ്ങനെ 2 പേര് കഷ്ടപ്പെടുന്നത് കണ്ടത്, ഒന്ന് VV രാജേഷാണ്, രണ്ടാമത്തേത് ഷാജനാണ്, മറുനാട് ഷാജനാണ്. ആ 2 പേര് കഷ്ടപ്പെടുന്നത് കണ്ടു. ഷാജൻ്റെ വീഡിയോ കൊണ്ട് എനിക്ക് ചിരി വന്നു. കാരണം മേയറുടെ വണ്ടി ഇങ്ങനെ പുറകെ പോകുമ്പോൾ ആര്യ രാജേന്ദ്രന് പണ്ട് പറ്റിയതുപോലെ പ്രോഗ്രാമിൻ്റെ സ്ഥലത്ത് കൃത്യമായിട്ട് എത്താൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് മേയറുടെ വണ്ടി ആര്യ രാജേന്ദ്രൻ്റെ പണ്ട് വണ്ടിക്ക് പോയപ്പോൾ പ്രധാനമന്ത്രിയുടെ വണ്ടി ഓവർടേക്ക് ചെയ്യാൻ ശ്രമിച്ചു. അങ്ങനെ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി സമ്മതിക്കില്ല. അതാണ് പ്രശ്നം. അതുകൊണ്ടാണ് സംഭവ സ്ഥലത്ത് എത്താൻ പറ്റിയില്ലെങ്കിലോ ഇവൻ്റ് നടന്ന സ്ഥലത്ത് എത്താൻ പറ്റിയില്ലെങ്കിലോ എന്ന് വിചാരിച്ച് VV രാജേഷ് വേണ്ടെന്ന് വെച്ചതെന്നാണ്. യാഥാർത്ഥ്യം ഒന്നുമല്ലെന്ന് എല്ലാവർക്കും അറിയാം. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ VV രാജേഷ് അത്രത്തോളം ഷൈൻ ചെയ്യേണ്ട എന്ന് വിചാരിച്ച് പേരാരോ വെട്ടിയതാണ്. അത് പ്രധാനമന്ത്രിയുടെ ഓഫീസ് PM ഓഫീസാണ് തീരുമാനിക്കുന്നത്. ഇവിടെ നിന്നുള്ള ചില നിർദ്ദേശങ്ങൾ അനുസരിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ പേര് വെട്ടി. കാരണം അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും അത് ആലോചിച്ച് നോക്കിയാൽ പ്രധാനമന്ത്രിയുടെ ഒരു കോൺവോയ് പോകുന്നു, അതിൻ്റെ പുറകെ മുഖ്യമന്ത്രി പോകുന്നു, അതിൻ്റെ പുറകെ മേയറും പോകുന്നു എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ആ സ്ഥലത്ത് എത്താൻ പറ്റും. കാരണം ഇതിന് നേരെ വിപരീതമായിട്ടുള്ള മറ്റൊരു വാർത്ത കൂടിയുണ്ട്. അതുകൂടി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. അപ്പോൾ ഇങ്ങനെ എത്താൻ പറ്റും. പക്ഷേ എന്നിട്ട് എന്ത് ചെയ്തില്ല, ചെന്നില്ല. ഇത് പറയുന്ന ആളുകൾ ആകെ ഇളിഭ്യരായി പോകുന്ന അടുത്തൊരു വാർത്തയുണ്ട്. ആ വാർത്ത എന്താണെന്ന് വെച്ചാൽ
എം പി രാജേഷിൻ്റെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന ചടങ്ങിലേക്ക് പെടുത്തിയെന്നും, അപ്പോൾ എം പി രാജേഷ് പ്രോഗ്രാമിൽ ചെല്ലാൻ വേണ്ടി ചെന്നപ്പോൾ അദ്ദേഹത്തോട് ID കാർഡ് ചോദിച്ചു എന്നും, ID കാർഡ് ചോദിച്ചപ്പോൾ അദ്ദേഹം ID കാർഡ് കാണിച്ച് എന്നെ കടത്തിവിടണ്ട എന്ന് നിർബന്ധം പിടിച്ചു എന്നും, ഏറ്റവും ഒടുവിൽ VV രാജേഷ് വന്നു. അപ്പോൾ VV രാജേഷ് പോലും അവിടുത്തെ സ്പെഷ്യൽ ഈ പറയുന്ന പോലെ SPGയോടും അതുപോലെ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിനോടൊക്കെ ആവശ്യപ്പെട്ടു ഇത് മന്ത്രിയാണ് എന്ന് ആവശ്യപ്പെടുകയും അദ്ദേഹം കൂടി നിർബന്ധിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നെ MV രാജേഷെ കടത്തിവിടുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ VV രാജേഷിന് നേരെ കടന്നു പോകാൻ എന്താണ് ബുദ്ധിമുട്ടുള്ളത്? അതവിടെ നിൽക്കട്ടെ. അങ്ങനെ വലിയൊരു വിവാദമുണ്ടായി. അതിനുശേഷം VV രാജേഷ് തന്നെ ഇത് ചില പ്രശ്നങ്ങളുണ്ടാവും, അതുകൊണ്ടാണ് ഞാൻ തന്നെ വേണ്ടെന്ന് വെച്ചാണെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം എന്ത് ന്യായീകരിച്ചു. ഇതുമൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, പറഞ്ഞു നിൽക്കാൻ സഹിക്കാം. ഇതിനേക്കാൾ വലിയൊരു തമാശ ഉണ്ടായത്, ഒന്നാമത്തെ വലിയ ഖിന്നയായിട്ടിരിക്കുന്ന വലിയ മോഹഭംഗം വന്നിട്ടുള്ള ഒരാളാണ് നമുക്കെല്ലാം പറയുന്ന ശ്രീലേഖ IPS. കാരണം അവരെ വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് തന്നെ വന്നത് വെറുതെ ഒരു ശാസ്തമംഗലത്തൊരു വാർഡ് കൗൺസിലർ ആകാൻ വേണ്ടിയിട്ടല്ല, അവരെ വിളിച്ചുകൊണ്ട് തന്നെ വന്നത് മേയറാക്കാം എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അവർ പാവം ഈ വാഗ്ദാനത്തിലൊക്കെ വിശ്വസിച്ചു, അവർ വന്നു, മത്സരിച്ചു, ജയിച്ചു കഴിഞ്ഞ് അവർ ഡാൻസ് കളിക്കുന്ന ചിത്രമൊക്കെ ഞാൻ കണ്ടു, അതൊക്കെ കൊള്ളായിരുന്നു. അതിനുശേഷം അവർ VK പ്രശാന്തായിട്ടൊരു ഇടിയുണ്ടാക്കി അദ്ദേഹത്തിൻ്റെ മുകളിൽ, അതായത് MLAയേക്കാൾ മുകളിലാണ് കൗൺസിലർ എന്ന് പറഞ്ഞു വെച്ചു. ഒരു വകതിരിവും ഇല്ലാത്തതുകൊണ്ട് പ്രശാന്തിനെ വിളിച്ച് നിങ്ങൾ ഒഴിയണം എന്നൊക്കെ പറഞ്ഞു. ഒഴിയണം എന്ന് പറയാൻ ഇവരാരാണെന്ന് നമുക്ക് മനസ്സിലായില്ല. എന്താണെങ്കിലും അതൊക്കെ സംഭവിച്ചു ഇവരുടെ സാധാരണ വിവരക്കേടുകൾ കൊണ്ട്. ഇതെല്ലാത്തിനു ശേഷം ഇന്നലെ ഇവരെ സ്റ്റേജിലിരുത്തിയതിന് ശേഷം ഇവർ ആ സ്റ്റേജിൽ മുഴുവൻ നിൽക്കുന്നത് നിങ്ങളൊന്ന് കാണേണ്ടതാണ്. കാരണം സ്റ്റേജിൽ നിന്നിട്ട് ഇവർ ശരിക്കും പറഞ്ഞാൽ തെക്കോട്ട് നോക്കണോ വടക്കോട്ട് നോക്കണോ എന്നൊക്കെ പറഞ്ഞ് ഇവർ ഭയങ്കര അനിഷ്ടത്തിലായിരുന്നു. കാരണം VV രാജേഷിന് മൈ ഓൾഡ് ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞ് ഈ മോദി വന്ന് കൈ കൊടുക്കുകയും അതുപോലെ മുഖ്യമന്ത്രിയെ കയറ്റുകയും അതങ്ങനെ പല കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ഇവരാകെ വളരെ അനിഷ്ടങ്ങളോടുകൂടി, ഒട്ടും ഇഷ്ടപ്പെടാതെ, വളരെ മോശം ഒരു റെസ്റ്റ്ലെസ് ആയിട്ടുള്ള ഒരു അനിഷ്ടം പ്രകടിപ്പിക്കുന്ന ബോഡി ലാംഗ്വേജൊക്കെ കൂടി ഇവരിൽ നിന്നിരുന്നു. യഥാർത്ഥത്തിൽ ഇവർ നിൽക്കുമ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിയതെന്നറിയോ, ചില പഴയ നാടകങ്ങൾക്കൊക്കെ ഈ കട്ടം വലിക്കാനായിട്ട് ആളുകൾ നിർത്തും. ഈ കട്ടം വലിക്കാൻ നിൽക്കുന്നവൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവനവിടെ ഒന്നും ചെയ്യാനുണ്ടാവില്ല, പക്ഷെ അവനവിടെ നിന്ന് പോകാനും കഴിയില്ല. എന്ന് പറഞ്ഞാൽ അവൻ രണ്ട് സൈഡിലും നിന്ന് ഈ കട്ടം വലിച്ച് മുകളിലേക്ക് കയറ്റണം. ചിലപ്പോൾ കറക്റ്റ് മറ്റേ ഈ പറയുന്ന പോലെ മ്യൂസിക്കൊക്കെ നിൽക്കുമ്പോഴത്തേക്കും അവൻ കൃത്യമായിട്ട് കർട്ടൻ ഇടണം. നേരത്തെ അങ്ങനെയുള്ള ആൾക്കാരുണ്ടായിരുന്നു. അവർക്ക് നാടകത്തിലോ സ്റ്റേജിലോ അരങ്ങത്തേക്കൊന്നും വരേണ്ട ആവശ്യമില്ല. പക്ഷേ ഒരൊറ്റ കാര്യം, അവന് വേറെങ്കിലും പോയിട്ട് ചായ പിടിച്ചിട്ടൊന്നും വരാൻ പറ്റില്ല. കാരണം ഇത് എപ്പോഴാണ് ഇത് സംഭവിക്കുക, അല്ലെങ്കിൽ കൃത്യ ടൈമിന് അവിടെ ഉണ്ടാവില്ല എന്നറിയാത്തതുകൊണ്ട് അങ്ങനെ പോകാനാരും സമ്മതിക്കില്ല, പകരം അവിടെ നിൽക്കണം. ഏതാണ്ട് കട്ടം വലിക്കുന്ന റോളിലാണ് ഇന്നലെ ശ്രീലേഖ IPS അവിടെ നിന്നത്. അതിനുശേഷം മുഖ്യമന്ത്രിയൊക്കെ പോകുമ്പോൾ അവരവിടെ തന്നെ നിന്നു. അതിനുശേഷം അവരൊരു ന്യായീകരണം പറഞ്ഞിട്ടുണ്ട്. കാരണം ഞാൻ 10-32 കൊല്ലം പോലീസിലായിരുന്നു, അപ്പോൾ പ്രോട്ടോക്കോൾ അനുസരിച്ച് കൃത്യമായിട്ട് സെക്യൂരിറ്റി പാലിക്കണം എന്നുണ്ട്. അപ്പോൾ വിളിച്ചാൽ മാത്രമേ അടുത്തേക്ക് ചെല്ലാവൂ എന്നാണ് ഞാൻ വിചാരിച്ചത്. അതുകൊണ്ടാണ് ഞാൻ ചെല്ലാതിരുന്നത്. അങ്ങനെ ചെല്ലാൻ കഴിയില്ല, അതുകൊണ്ട് മറ്റാരും തെറ്റിദ്ധരിക്കേണ്ട, പ്രശ്നമൊന്നുമില്ല, ഞാൻ BJPക്കൊപ്പം എന്ന് തന്നെയാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഇതിന് തൊട്ട് മുമ്പ് മേയറാക്കാത്തതിനെക്കുറിച്ച് അവർ ഓൺലൈനിലൊരു ഇത് കൊടുത്തു. ആ ഓൺലൈനിൽ കൊടുത്തതിന് ശേഷം അവർ വളരെ വിചിത്രമായിട്ടുള്ളൊരു ന്യായീകരണമായിട്ട് വന്നിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിലെ 2 കുട്ടികളുണ്ട്. ആ 2 കുട്ടികളിൽ അച്ഛൻ ഒരു മൊബൈൽ മേടിക്കാനുള്ള കാശേ ഉള്ളൂ. അപ്പോൾ ഒരു മൊബൈൽ മേടിച്ച് ഒരു മൂത്ത കുട്ടിക്ക് കൊടുക്കുമ്പോൾ ഇളയ കുട്ടിയെ പിരികേറ്റാൻ അടുത്ത ആൾക്കാർ വരും എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ ഭയങ്കര വാചകങ്ങളൊക്കെ ഇവർ അടിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇന്നും അടിച്ചിട്ടുണ്ട്. പക്ഷെ ഇവർക്ക് മനസ്സിലാകാത്തൊരു കാര്യം, കേരള രാഷ്ട്രീയത്തിലേക്ക് ഇടിച്ചു കയറി നിന്നാലേ എങ്ങനെയായാലും നിൽക്കാൻ പറ്റും എന്നുള്ളതാണ്. ഏറ്റവും കുറഞ്ഞ പക്ഷം ഞാൻ പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത് അത് കുമ്മനം രാജശേഖരനോടൊക്കെ ചോദിച്ച് പഠിക്കണം എന്നാണ്. കാരണം കുമ്മനടി എന്ന് പറയുന്ന ഒരു പ്രയോഗം നിലവിലുണ്ട്. ആ കുമ്മനടിയൊക്കെ യഥാർത്ഥത്തിൽ നമ്മൾ പല പാർട്ടികളിലും കാണാം. അങ്ങനെ ഇല്ലാത്ത ആകെ CPM മാത്രമാണ്. അവർക്ക് കൃത്യമായി ആരാണ് സ്റ്റേജിൽ ഇരിക്കേണ്ടത്, ആരാണ് വേദിയിൽ ഇരിക്കേണ്ടതെന്നൊക്കെ കൃത്യം കണക്കുകളുണ്ടാവും, കൃത്യമായ ധാരണകളുണ്ടാവും. പക്ഷേ നമുക്കറിയാമല്ലോ BJPയിലൊന്നും അങ്ങനെയില്ല. കാരണം BJPയിൽ ഇതുപോലെ ഇടിച്ചു കയറുക എന്ന് പറയുന്നൊരു സംഭവമാണ്. കോൺഗ്രസ്സിലൊക്കെ ആണെങ്കിൽ പിന്നെ പറയണ്ട. കാരണം കോഴിക്കോട് DCC ഓഫീസ് ഉദ്ഘാടനം ചെയ്ത ചടങ്ങ് കണ്ടാൽ നമ്മൾ ചിരിച്ചു മരിക്കും. കാരണം KC അബുവും അതുപോലെ തന്നെ VD സതീശനും രമേശ് ചെന്നിത്തലയൊക്കെ അവിടെ എത്താൻ വേണ്ടി പെട്ട പാട് നമുക്കറിയാം. KC അബു വളരെ സ്ട്രോങ് ആയി എന്ത് ചെയ്തു, പിടിച്ച പിടിയിൽ അവിടെ തന്നെ നിന്നു. പക്ഷേ ബാക്കിയുള്ളവരൊക്കെ അങ്ങോട്ട് എത്തിപ്പെട്ടതും ഫ്രണ്ടിലേക്ക് എത്തിയതൊക്കെ ഒരു കണക്കിനാണ്. കാരണം അവിടെ എങ്ങനെ തിങ്ങി നിറങ്ങി ഇടിച്ച് നിന്നാൽ മാത്രമേ ആളുകൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഫ്രണ്ടിലേക്കാൻ പറ്റുള്ളൂ. കോൺഗ്രസിൻ്റെ കാര്യത്തിൽ പല സ്റ്റേജും ഒക്കെ തന്നെ തകർന്നു വീണിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ശ്രീലേഖ IPS മാഡം തിരിച്ചറിയേണ്ടത് ഇത് അങ്ങനെ വെറുതെ നിന്നാൽ കിട്ടുന്നൊരു കാര്യമില്ല. ബാക്കി രാജീവ് ചന്ദ്രശേഖരൻ സംസ്ഥാന നേതൃത്വമൊക്കെ നിങ്ങളോട് പറഞ്ഞു മേയറാക്കാമെന്ന് പറഞ്ഞാൽ ലാസ്റ്റ് മിനിറ്റ് വരെ ഏത് കളികളും ഉണ്ടാവും. അതുകൊണ്ട് മേയർ ആയിക്കോളും, ഇനിയിപ്പോൾ എല്ലാവരും നോക്കിക്കോളും എന്ന് പറഞ്ഞ് ഡാൻസും കളിച്ച് എന്താണ് ജാഥയും വിളിച്ചുകൊണ്ട് പോയാൽ പണി കിടക്കില്ല. അതുകൊണ്ട് അത്തരം കളികൾ കൂടി മാഡം പഠിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്, വളരെ വിനയത്തോടെ പറയാനുള്ളത്. കാരണം ഇന്നലെ ആ നിപ്പ് കണ്ടപ്പോൾ എനിക്ക് പോലും സങ്കടം തോന്നി. കാരണം അത്തരത്തിൽ നിൽക്കേണ്ട ഒരാളല്ല കേരളത്തിൽ IPSകാരിയായിട്ടുള്ള, കേരളത്തിലെ ആദ്യത്തെ വനിതാ IPSകാരിയായിട്ടുള്ള ശ്രീലേഖ മാഡം. കാരണം കിരൺ ബേദിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ IPS. പക്ഷേ കേരളത്തിൽ നിന്ന് അങ്ങനെ IPS കിട്ടിയത് ശ്രീലേഖ മാഡത്തിനാണ്. അതുകൊണ്ട്
ഡോൺ വറി. പക്ഷേ ഇതിലുള്ള കളികളും അഭ്യാസങ്ങളും കൂടി പഠിക്കുകയും ഇനി അടുത്ത തവണയെങ്കിലും താങ്കൾ ഒരു കർട്ടൻ വലിക്കാൻ മാത്രമായിട്ട് സ്റ്റേജിൽ കയറി നിൽക്കാതിരിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് വളരെ വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത്.